അപ്പോഴെല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഇന്ന് വലിയ സന്തോഷത്തിലൊന്നുമല്ല എന്ന് മാത്രമല്ല അതീവ ദുഃഖത്തിലുമാണ്. കാരണം ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ ഇസ്രായേൽ, ഹമാസ്, ഹൂത്തി, ഹിസ്ബുള്ള ഈ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നു അതീവ സങ്കീർണമാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഷയം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതീവ സങ്കീർണം എന്ന് പറഞ്ഞാൽ അതീവ സങ്കീർണം. ഏത് നിമിഷവും ഒരു ന്യൂക്ലിയർ അറ്റാക്ക്, ഒരു ആണവായുധ പ്രയോഗം ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ രാജ്യമായ ലബനോണിൽ നടത്താൻ ഉദ്ദേശിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് അമേരിക്കയും മറ്റ് സഖ്യകക്ഷികളും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പുതിയ അപ്ഡേഷനുകൾ. അത് ഒന്നുകിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിലോ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ സംഭവിച്ചേക്കാം. അത്ര കണ്ട് ശക്തമായ പ്രതിരോധമാണ് HHH എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഹിസ്ബുള്ള, ഹൂത്തി, ഹമാസ് വിഭാഗങ്ങളും അതുപോലെ തന്നെ ലെബനോണിൽ നിന്നുള്ള മറ്റ് ചില സംഘങ്ങൾ കൂടിയുണ്ട് ഇവരുടെ കൂടെ. അവരുടെ പേരുകൾ അത്ര പ്രശസ്തമല്ല എന്ന് മാത്രം. ലെബനോണിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെ അതിശക്തമായ ആക്രമണത്തിൽ, അതിശക്തമായ അറ്റാക്കിൽ പ്രകമ്പനം കൊള്ളുകയാണ് ഇസ്രായേൽ. 1-2 പ്രാവശ്യം ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ലെബനോണിന്റെ ആകാശ അതിർത്തി ഭേദിച്ചുകൊണ്ട് ലെബനോണിൽ പ്രവേശിക്കുകയും അവിടെ നിന്നുള്ള പ്രതിരോധം കണ്ട് ഭയന്ന് തിരിച്ചു പോരുകയും ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഹമാസും ഹൂത്തികളും തുരങ്കം വഴിയുള്ള ആക്രമണവും കടൽ മാർഗമുള്ള ആക്രമണവും ശക്തമാക്കിയിരിക്കുകയാണ്. ഒന്നുകിൽ ഇസ്രായേലിന് അടിയറവ് പറയേണ്ടി വരും, അടിയറവ് പറഞ്ഞേ പറ്റൂ. അതല്ല എങ്കിൽ ഒരു ന്യൂക്ലിയർ അറ്റാക്കിനെ കുറിച്ച് അവർ ചിന്തിക്കുകയാണ്. അതിനെ കുറിച്ചുള്ള ചർച്ചകളിലാണ് ഇന്ന് അമേരിക്കയും മറ്റ് സഖ്യകക്ഷികളായ നാറ്റോയും ഇസ്രയേലും ഒക്കെ കൂടി ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വാർത്ത പുറത്തു വരുമ്പോൾ നമുക്ക് വിഷമമുണ്ട്, സങ്കടമുണ്ട്. എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത്? എന്തിനാണ് നമ്മൾ സങ്കടപ്പെടുന്നത്? വിഷമവും സങ്കടവും മറ്റൊന്നുമല്ല. ഇസ്രയേൽ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് ലെബനോണിലോ അല്ലെങ്കിൽ ഫലസ്തീൻ മേഖലയിലോ നടത്തിയാൽ ഉടനടി അതിന് തിരിച്ചടി വരും. നാം ഉദ്ദേശിക്കുന്ന രാഷ്ട്രമല്ല ലെബനോൺ. ലെബനോണിന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് എന്നാണ് പുതിയ അപ്ഡേഷനുകൾ വരുന്നത്. ഏതായാലും ന്യൂക്ലിയർ വെപ്പൺസുമായി ബന്ധപ്പെട്ട് പരീക്ഷണങ്ങളൊന്നും ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ലെബനോൺ നടത്തിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ എങ്ങനെയാണ് ലെബനോണിന്റെ കൈവശം ന്യൂക്ലിയർ വെപ്പൺസ് വരിക എന്നുള്ളതാണ് പല ജനങ്ങളും, ബുദ്ധിശാലികളായ പലരും ചിന്തിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ലെബനോണ് ന്യൂക്ലിയർ വെപ്പൺസ് ഇറാൻ നേരത്തെ തന്നെ കൈമാറിയിരുന്നു എന്നാണ് പുതിയ അപ്ഡേഷനുകൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് ലെബനോണിൽ ഇവർ നടത്തിയാൽ, അല്ലെങ്കിൽ ഹൂത്തികളുടെ കേന്ദ്രമായ യമനിൽ നടത്തിയാൽ, ഫലസ്തീന്റെ ഹമാസിന്റെ മേഖലകളിൽ നടത്തിയാൽ ഉടനടി ആ സെക്കൻഡിൽ തിരിച്ചടി വരും. ആ സെക്കൻഡിൽ ഒന്നുകിൽ ഹിസ്ബുള്ള ന്യൂക്ലിയർ അറ്റാക്ക് തിരിച്ച് ഇസ്രയേലിന്റെ ക്യാപിറ്റലായ തെൽ അവീവിൽ നടത്താൻ അവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പുതുതായി ലഭ്യമാകുന്ന വാർത്തകൾ. അപ്പോൾ ഇത് ഏതായാലും നല്ല സൂചനയല്ല നൽകുന്നത്. അതീവ സങ്കീർണമാണ് വിഷയം. ഈ സാഹചര്യത്തിലാണ് പണ്ട് സിറിയയിൽ നിന്നും പിടിച്ചെടുത്ത ഗോലാൻ കുന്നുകൾ, ഈ ഗോലാൻ കുന്നുകളുടെ 2/3 ഭാഗവും കൈകാര്യം ചെയ്യുന്നത്, കൈവശം വെച്ചിരിക്കുന്നത് ഇസ്രയേലാണ്. അത് പണ്ടത്തെ യുദ്ധത്തിൽ പിടിച്ചെടുത്ത സിറിയയുടെ ഭൂപ്രദേശമാണ്. ഈ ഗോലാൻ കുന്നിന്റെ മുകളിൽ ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൾ, 12ഓളം കുട്ടികൾ ഒരു മിസൈൽ അറ്റാക്കിൽ കൊല്ലപ്പെടുകയുണ്ടായി. ഉടനെ തന്നെ ഇസ്രയേൽ കുറ്റം ആരോപിക്കുന്നത് ഹിസ്ബുള്ളയുടെ മേലാണ്. ഹിസ്ബുള്ള കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹിസ്ബുള്ള ഗോലാൻ കുന്നുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ വധിച്ചു, മിസൈൽ ആക്രമണത്തിൽ വധിച്ചു എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. അതേ നാണയത്തിൽ തന്നെ, അതേ സമയം തന്നെ ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നു. ഹിസ്ബുള്ള മറുപടി പറയുന്നു, ഗോലാൻ കുന്നുകളുടെ മുകളിൽ ഞങ്ങൾ മിസൈൽ ആക്രമണം നടത്തിയിട്ടില്ല. അവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് തന്നെ വന്ന ഒരു കൈപ്പിഴയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഞങ്ങൾ അങ്ങോട്ട് മിസൈൽ അയച്ചിട്ടില്ല. ഈ പറയുന്ന സമയത്ത് ഞങ്ങൾ കുട്ടികളെ ലക്ഷ്യം വെക്കുന്നവരല്ല, ഞങ്ങൾ സ്ത്രീകളെ ലക്ഷ്യം വെക്കുന്നവരല്ല, ഞങ്ങൾ പിഞ്ചു
പൈതലുകളെ ലക്ഷ്യം വെക്കുന്നവരല്ല. ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇസ്രയേലിന്റെ സൈനികരെ മാത്രമാണ്. നിരപരാധികളെ ലക്ഷ്യം വെക്കുന്ന ചരിത്രം ഞങ്ങൾക്കില്ല, അത്തരം സ്വഭാവം ഞങ്ങൾക്കില്ല എന്നാണ് ഹിസ്ബുള്ളയുടെ വിശദീകരണം. ഇത് ഇസ്രയേലിന്റെ ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ്. എന്തുകൊണ്ടാണ്? അവരുടെ അയൺ ഡോമിൽ നിന്നുമുള്ള മിസൈൽ ലക്ഷ്യം തെറ്റി കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ടിൽ വീഴുകയാണ് ചെയ്തത്. യാഥാർത്ഥ്യം അതാണ്. അതിനെ അവരുടെ ഭാഗത്തു നിന്ന് വന്ന പിഴയായി അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. ഈ സാഹചര്യം ഹിസ്ബുള്ളയുടെ മേൽ കെട്ടിവെക്കുകയാണ്. ഇസ്രയേലിന്റെയും യഹൂദന്മാരുടെയും സ്വഭാവം അനുസരിച്ച് ഇതൊരു മുൻകൂർ ജാമ്യമെടുക്കലാണ്. അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പിഴവിൽ ഒരു മഹാദുരന്തം സംഭവിച്ചിരിക്കുന്നു. അത് ഹിസ്ബുള്ളയുടെ മേൽ കെട്ടിവെച്ച് അവരെ പ്രതിരോധത്തിലാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശ്യം. ഇസ്രയേലിന്റെയും യഹൂദന്മാരുടെയും ഒക്കെ സ്വഭാവം അനുസരിച്ച് ഇസ്രയേൽ ഈ യുദ്ധത്തിൽ ഏറെക്കുറെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും, പരാജയപ്പെടും എന്ന് ഏതാണ്ട് അവർക്ക് ഉറപ്പായി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഒരു മാരകമായ ആക്രമണം ലബനോണിനെതിരെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് കോപ്പുകൂട്ടുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അറ്റാക്ക് നടത്തേണ്ടി വന്നാൽ അതിന് ലോക ജനതയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു ന്യായീകരണം കണ്ടെത്തുക എന്നുള്ളതാണ് ഗോലാൻ കുന്നുകളിൽ അവരുടെ ഭാഗപ്പിഴയായി, അവരുടെ കൈപ്പിഴയായി സംഭവിച്ച ഈ കാര്യം അവർ ഹിസ്ബുള്ളയുടെ മേൽ കെട്ടിവെക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. അഥവാ ലബനോനെതിരെ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് ഇസ്രയേൽ നടത്തിയാൽ അതേ നാണയത്തിൽ ഇസ്രയേലിനെതിരെ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള കമന്റുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അവർ പറയുന്നത് ആ രീതിയിലേക്കാണ്. ഇസ്രയേൽ ചിന്തിക്കുന്നത് ഹിസ്ബുള്ളയുടെ കയ്യിൽ എവിടെ നിന്നാണ് ന്യൂക്ലിയർ വെപ്പൺസ് ലഭിക്കുക? അവർ ഇന്നേവരെ ഒരു ആണവായുധ പരീക്ഷണമൊന്നും ലോക ചരിത്ര താളുകളിൽ തപ്പി നോക്കിയാൽ കാണാൻ സാധിക്കില്ല ആണവായുധ പരീക്ഷണം നടത്തിയതായിട്ട്. പിന്നെ എവിടെ നിന്നാണ് ന്യൂക്ലിയർ വെപ്പൺസ് ലഭിക്കുക എന്നുള്ളതാണ് ഇസ്രയേലിന്റെ ചിന്ത. എന്നാൽ ആ ചിന്താസ്ഥാനത്താണ് ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള രാഷ്ട്രമാണ് ഇറാൻ. ഇറാൻ നേരത്തെ തന്നെ അവരുടെ കൈവശം ഇതെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അഥവാ ലബനോനെതിരെ ന്യൂക്ലിയർ അറ്റാക്ക് നടത്തിയാൽ ഇസ്രയേലിന്റെ ആണവ റിയാക്ടറുകൾ ലബനോൻ തകർക്കാൻ സാധ്യതയേറെയാണ്. അങ്ങനെ വന്നാൽ ഇസ്രയേലിൽ മാരകമായ ആണവായുധം പ്രയോഗിച്ചതിന് തുല്യമാണ് ഈ ഒരു സംഭവം നടന്നാൽ. നടക്കാതിരിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും അള്ളാഹുവിനോട് ദുആ ചെയ്യാം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ഓരോ നമസ്കാരാനന്തര സമയങ്ങളിലും ഇടവേളകളിലും ഇത്തരം പ്രാർത്ഥനകൾ നല്ലതാണ്. ഇസ്രയേലിന്റെ തലസ്ഥാന നഗരിയിൽ ആണവാക്രമണം നടത്താൻ ഇറാൻ പദ്ധതിയിടുന്നു എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇറാൻ ചിന്തിക്കുന്നു എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് ഇറാനോ ഹൂത്തിയോ ഹിസ്ബുള്ളയോ ഹമാസോ പരാജയം സമ്മതിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഇസ്ലാമിക നിയമമനുസരിച്ച് സ്വന്തം രാജ്യത്തിനു വേണ്ടി പോരാടി മരിക്കുന്ന യോദ്ധാക്കൾ അവർ അതേ വേഷത്തിൽ തന്നെ സ്വർഗലോകത്തേക്കാണ് അള്ളാഹു അവരെ പ്രവേശിപ്പിക്കുന്നത് എന്നാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ഭൂലോകത്ത് ഏതൊരു രാജ്യത്തുള്ള ഒരു മുസ്ലിമും അവൻ ജീവിക്കുന്ന വസിക്കുന്ന അവന് സിറ്റിസൺഷിപ്പ് ഉള്ള രാജ്യത്തിനു വേണ്ടി യുദ്ധത്തിലേർപ്പെട്ടാൽ പിന്തിരിഞ്ഞു ഓടുന്ന വിഷയമേ ഇല്ല. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അവൻ ശത്രു സൈന്യത്തിന്റെ ആക്രമണത്തിൽ അറ്റാക്കിൽ കൊല്ലപ്പെടാൻ കൊതിക്കുന്നവരാണ്. അത് ലോകത്തുള്ള മുസ്ലിങ്ങൾ എല്ലാവരും അങ്ങനെയാണ്. അതാത് മുസ്ലിം ജീവിക്കുന്ന രാജ്യത്തിന് വേണ്ടി പോരാടാൻ ഒരു അവസരം കിട്ടണമേ അല്ലാ, തരണമേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് പൊതുവെ മുസ്ലിങ്ങൾ ഒരിക്കലും യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടില്ല. ഇത് പണ്ട് ബ്രിട്ടീഷുകാർക്ക് നല്ല ബോധ്യമുണ്ട്. ബ്രിട്ടീഷുകാർ പണ്ടത്തെ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ നിന്നും നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇസ്രയേലിന് ഇപ്പോൾ നന്നായി വിവരിച്ചു കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അതോടുകൂടി ഈ പ്രശ്നത്തിന് ഏതായാലും ഒരു അന്ത്യമാകും. അപ്പോൾ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും ബോധിപ്പിക്കാനുള്ളതും ആയ പ്രധാന കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല, ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ വിട പറയുന്നു. എന്നെ കേട്ട, എന്നെ ശ്രവിച്ച എല്ലാവർക്കും എന്റെ വലിയൊരു സലാം.